മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി നടക്കുകയാണ്. ഇത്തവണ ബിഗ് ബോസ് ഇവർക്ക് കൊടുത്തിരുന്ന ടാസ്ക് ബിഗ് ബോസിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡും എല്ലാവരും വന്ന് പറയണം. എല്ലാവരും പറഞ്ഞ ബിഗ് ബോസിൻ്റെ നെഗറ്റീവ് കേട്ട് അവസാനം ബിഗ് ബോസ് പറഞ്ഞത് തൃപ്തിയായി എല്ലാവർക്കും പിരിഞ്ഞു പോകാമെന്നാണ്. അതിൽ ചിലർ പറഞ്ഞ നെഗറ്റീവ് എനിക്കും ഒരു നെഗറ്റീവ് സൈഡായിട്ട് തന്നെ തോന്നി കേട്ടോ. എന്തായാലും അനുമോള് പറഞ്ഞ പോസിറ്റീവ് എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ സൗണ്ടിനോട്, ഞാൻ ഈ കേൾക്കുന്ന ശബ്ദത്തെ പോലും പ്രണയിക്കുന്നു, എനിക്ക് ഒരു ക്രഷ് ഉണ്ട് ബിഗ് ബോസിനോട്. പിന്നെ നെഗറ്റീവായി പറഞ്ഞത് ബിഗ് ബോസിന് ഒരു ഫേവറിസം ഉണ്ട്. കുറച്ച് പേരെ മാത്രം ബിഗ് ബോസിന് ഒരു പ്രത്യേക ഇഷ്ടമുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാരാണെന്നൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് എന്ന്. ഇതേ അഭിപ്രായം തന്നെയായിരുന്നു കേട്ടോ ആദിലയ്ക്കും നൂറയ്ക്കും. അവരും പറയുന്നത് ബിഗ് ബോസിന് കുറച്ചു പേരോട് മാത്രമായി ഒരു ഫേവറിസം ഉണ്ട് എന്നാണ്. അനുമോളെപ്പോലെ തന്നെ ബിഗ് ബോസിനെ പൊളിച്ചടുക്കിയത് പിന്നെ ജിസയിലായിരുന്നു. ജിസയിൽ പറയുന്നത് ബിഗ് ബോസ് എല്ലാവർക്കും ഫുഡ് തരും, നമ്മളെ പട്ടിണിക്കിടില്ല. ഫ്രൈഡേ ഒക്കെ ആകുമ്പോഴേക്കിനും നമ്മുടെ റേഷൻ തീരും. ആ സമയം ബിഗ് ബോസ് പെട്ടെന്ന് ഫുഡ് തരും, അതുകൊണ്ട് പട്ടിണിക്കിടില്ല. പക്ഷേ ബിഗ് ബോസിൻ്റെ എനിക്കിഷ്ടപ്പെടാത്ത നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റൻ്റ് ഞാനാണ്. അതായത് ബിഗ് ബോസിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റൻ്റ് ഞാനാണ്. കാരണം പലരുടെയും ഫാമിലിയിൽ നിന്ന് വന്നപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് കൊണ്ടുവന്നിരുന്നു. എല്ലാവർക്കും ബിഗ് ബോസ് നോൺ വെജ് കൊടുത്തു, പക്ഷേ എനിക്ക് ഇതുവരെ വെജിറ്റേറിയൻ ഫുഡ് തന്നിട്ടില്ല. അതുകൊണ്ട് ബിഗ് ബോസിന് എന്നെ ഇഷ്ടമല്ല എന്ന്. ഈ ഒരു കാര്യം ഞാനും ശ്രദ്ധിച്ചതാണ് കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം എല്ലാവരുടെ ഫാമിലി വന്നപ്പോഴും ഉച്ചയ്ക്ക് കുഴിമന്തിയും രാത്രി മട്ടനും കൂട്ടിയൊക്കെ കഴിച്ച സമയത്ത് ജിസേൽ സ്വയം കുക്ക് ചെയ്താണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇതുവരെ ജിസേലിന് ആരുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന വെജിറ്റേറിയൻ ഫുഡ് കൊടുത്തിട്ടില്ല. ഷാനവാസിന് ബിഗ് ബോസിൻ്റെ ഇഷ്ടപ്പെട്ട കാര്യം ബിഗ് ബോസ് ഒരു ക്രൂരനല്ല. കാരണം ആദ്യ സമയത്ത് ആരിനും ജിസേലിനും ഒരു ടാസ്ക് കിട്ടിയിരുന്നു, തല മുണ്ടലം ചെയ്യണമെന്ന്. എന്നാൽ ട്രിമ്മർ ഇരിക്കുന്ന ആ ഒരു ബോക്സിനുള്ളിലും ബിഗ് ബോസ് ഒരു ലെറ്റർ വെച്ചിരുന്നു. ആ ലെറ്ററിൽ എഴുതിയിരുന്നത് നിങ്ങളെയും കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഒരു ക്രൂരനല്ല. പക്ഷേ ഷാനവാസിന് ബിഗ് ബോസിൻ്റെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഫാമിലി വീക്ക് വന്ന സമയത്ത് ഒരുപാട് ഫാമിലിയിൽ നിന്നും ഒരുപാട് ഫുഡ് ഐറ്റംസ് കൊണ്ടുവന്നു. എന്നാൽ അതിൻ്റെ പകുതിയുടെ പകുതി പോലും ബിഗ് ബോസ് ഇതുവരെ തന്നിട്ടില്ല. അതാണ് ഷാനവാസിന് ഇഷ്ടപ്പെടാത്ത ബിഗ് ബോസിൻ്റെ നെഗറ്റീവ് സൈഡ്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള പലരുടെയും അഭിപ്രായം അതുതന്നെയായിരുന്നു. ഒനീൽ പറഞ്ഞ ബിഗ് ബോസിൻ്റെ നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ സമയത്ത് ഒരു കേക്ക് മുറിച്ചിരുന്നു. ലാലേട്ടൻ അന്ന് പറഞ്ഞിരുന്നു നിങ്ങൾക്കുള്ളത് ബിഗ് ബോസ് തരുമെന്ന്. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതുവരെ ബിഗ് ബോസ് അത് തന്നിട്ടില്ല. അതൊരു നെഗറ്റീവാണ് എന്ന്. അനീഷ് പറയുന്നത് ബിഗ് ബോസിന് അനീഷിനോടൊരു പാർഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് തന്നെ മോർണിംഗ് ആക്ടിവിറ്റി പറയാൻ ആദ്യം ഫ്രണ്ടിൽ വന്ന അനീഷ് നിന്നപ്പോൾ എല്ലാവരും അനീഷ് ഇരിക്കുന്നു പറഞ്ഞു. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് ബിഗ് ബോസും പറഞ്ഞു അനീഷ് പോയി ഇരിക്കൂ എന്ന്. ബിഗ് ബോസിന് എന്നെ ഇഷ്ടമില്ലെന്നൊക്കെയാണ് അനീഷ് പറയുന്നത്. പിന്നെ അക്ബറും നവീനൊക്കെ പറയുന്നത് കൊണ്ടുവന്നതിൻ്റെ പകുതി ഡ്രസ്സ് പോലും ബിഗ് ബോസ് ഇതുവരെ തന്നിട്ടില്ല, അത് ബിഗ് ബോസിൻ്റെ നെഗറ്റീവ് സൈഡാണെന്നൊക്കെ. അങ്ങനെ എല്ലാവരുടെയും മനസ്സിലുള്ള ബിഗ് ബോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.